തറക്കല്ലുറച്ച് പാലക്കാട് നഗരസഭ. നഗരസഭയുടെ കെട്ടിടത്തിന് ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാറിന്റെ പേര് നൽകുമെന്ന് നഗരസഭ വിവാദങ്ങൾ കാര്യമാക്കുന്നില്ല. നഗരസഭ സംസ്ഥാനത്ത് തന്നെ ഒന്നാമതായതിന്റെ വിരോധമാണ് കോൺഗ്രസിനും CPM-നുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. അരുൺ ആലത്തൂർ ചേർന്ന വിവരങ്ങളുമായി. അരുൺ, എന്താണ് അവരുടെ നിലപാട്? വീണ, ഈ ദിവ്യാംഗരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ അത് ഏതായാലും ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിൻ്റെ പേരിൽ തന്നെ സ്ഥാപിക്കും എന്നുള്ളത് തന്നെയാണ് പാലക്കാട് നഗരസഭ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം തറക്കല്ലിട്ടപ്പോൾ ഈ ഒരു കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയപ്പോഴാണ് അവിടേക്ക് ഈ പേര് നൽകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് DYFIയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും പരിപാടി സ്ഥലത്തേക്ക് എത്തുകയും അവിടെ വലിയ രീതിയിൽ അതിക്രമം കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് മുൻപിലൊന്നും മുട്ടുമടക്കില്ല എന്നുള്ളത് തന്നെയാണ് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ നിലപാട്. നഗരസഭ തങ്ങൾക്ക് തറക്കല്ലിടാൻ അറിയുമെങ്കിൽ ഈ കെട്ടിടം നിർമ്മിച്ച് ആ കെട്ടിടത്തിന് അതേ പേര് നൽകി അത് നല്ല മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കുകയും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമൊക്കെ അതിലൂടെ വലിയൊരു സഹായമായി തങ്ങളുടെ ഈ പദ്ധതി മാറ്റാൻ തങ്ങൾക്കുള്ള ആർജവമുണ്ട് എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. കഴിഞ്ഞ 2 ടേമിലായി പാലക്കാട് ഭരിക്കുന്നത് BJP ആണ്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ മികച്ച വിജയമാണ് പാലക്കാട് നഗരസഭയിൽ BJP കൈക്കലാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ ആ ജനങ്ങൾ തങ്ങളെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ദിവ്യാംഗരായ കുട്ടികൾക്ക് ഉൾപ്പെടെ സഹായമാവുന്ന ഈ പദ്ധതി, അതിൻ്റെ ആ കെട്ടിടം, അതെല്ലാം ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ജനങ്ങൾ എന്തായാലും തങ്ങൾക്കൊപ്പം തന്നെയാണ് എന്നുള്ളതാണ് നഗരസഭയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. കെട്ടിടം തറക്കല്ലിടൽ ഏതായാലും കഴിഞ്ഞ ദിവസം നടന്നു. ഇനി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഉടൻ ആരംഭിക്കും. ആ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിച്ചുകൊണ്ട് ഈ ദിവ്യാംഗരായ കുട്ടികൾക്ക് ഒരു സഹായമായി മാറുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സംസ്ഥാന സർക്കാർ അവരുടെ ബൈസ്റ്റാൻഡർമാർക്കുള്ള പെൻഷനും മറ്റുമൊക്കെ കഴിഞ്ഞ 4 വർഷമായിട്ട് നൽകാതെ അത്തരത്തിലുള്ള ആളുകളോട് തീർത്തും മുഖം തിരിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ. അവരുടെ വളരെ ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ അവർ ജീവിതത്തിൽ നേരിടുമ്പോഴും അതിനെ യാതൊരു തരത്തിലും സംസ്ഥാന സർക്കാർ, നമ്മൾ ജനം TV ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ എന്നിട്ട് പോലും ആ ഭിന്നശേഷിക്കാരായ അല്ലെങ്കിൽ ദിവ്യാംഗരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ബൈസ്റ്റാൻഡേഴ്സിന് നൽകുന്ന തുകയോ അതിന് മറ്റു കാര്യങ്ങളിലോ ഒന്നും ഒരു നടപടിയും ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് അത്തരം കുട്ടികൾക്ക് അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും അതല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കുൾപ്പെടെ ഈ പൊതുവെ ഏതെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന രക്ഷിതാക്കൾക്ക് ഈ കുട്ടികളെ വീട്ടിലൊറ്റയ്ക്കാക്കി എങ്ങോട്ടും പോകാൻ കഴിയാത്തൊരു സ്ഥിതിയൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഈ കെട്ടിടം പൂർത്തിയാവുന്നതോടുകൂടെ ഈ കുട്ടികളെയൊക്കെ അവിടെ കൊണ്ടുപോയി ആക്കാനും അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനും ഒക്കെ കഴിയും എന്നുള്ളതാണ് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിൻ്റെ പേരിൽ തന്നെ ഈ കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കും എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. മാത്രമല്ല ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാർ എന്നുള്ളത് സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള, ഒപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് രൂപം നൽകി ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് സംഘപരിവാർ സംഘടനകളാണെങ്കിലും അതിനൊക്കെ പ്രചോദനമായിട്ടുള്ളത് ഡോക്ടർ കേശവ ബലറാം സ്ഥാപിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ള ആ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനമാണെങ്കിൽ അതിൻ്റെ 100ാം ജന്മദിനത്തിലേക്ക് കടക്കുന്ന ഒരു വേള കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഇത്രയും രാജ്യത്ത് തന്നെ ഇന്ന് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും അധികം ആളുകൾ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രത്തെ ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് എന്നുള്ളത് ഒരു പച്ചയായ വാസ്തവമാണ്. ആ സാഹചര്യത്തിൽ തന്നെ അതിന് നേതൃത്വം നൽകി അതിൻ്റെ ആശയത്തിന് രൂപം നൽകിയിട്ടുള്ള ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിൻ്റെ പേര് അത് നൽകുന്നത് അതിലൊരു തെറ്റുമില്ല എന്നുള്ളത് തന്നെയാണ് പാലക്കാട് നഗരസഭ പറയുന്നത്. മാത്രമല്ല നമുക്കറിയാം ഈ വാര്യം കുന്നനെ പോലെയുള്ള ഹിന്ദു കൂട്ടക്കൊല നടത്തിയിട്ടുള്ള തീവ്രവാദികളുടെ പേരുകൾ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പല സ്ഥാപനങ്ങൾക്കും നൽകുന്നു. കൊയിലാണ്ടിയിൽ പല സർക്കാർ സ്ഥാപനങ്ങൾക്കും പല തങ്ങൾമാരുടെ പേരുകൾ നൽകുന്നു. അങ്ങനെ ഈ മാപ്പിള കലാപം നടത്തിക്കൊണ്ട് ഹിന്ദു വംശഹത്യ നടത്തിയ മാപ്പിള കലാപത്തിലൂടെ ഹിന്ദു വംശഹത്യ നടത്തിയ ആളുകളുടെ പേരൊക്കെ വലിയ രീതിയിൽ പല സർക്കാർ സ്ഥാപനങ്ങൾക്കും മറ്റുമൊക്കെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾക്കും മറ്റുമൊക്കെ നൽകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അങ്ങനെ ഹിന്ദു കൂട്ടക്കുരുതി നടത്തിയ ആളുകളെ ഈ പേര് നൽകുന്നതിനെ അതിന് പിന്തുണ നൽകുന്ന ആളുകളാണ് ഇടതുപക്ഷ
പ്രതിപക്ഷവും കോൺഗ്രസുമാണ് ഒരു ധീര ദേശാഭിമാനിയായ ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിൻ്റെ പേര് ഒരു കെട്ടിടത്തിന് നൽകുമ്പോൾ അതിൽ പ്രതിഷേധവുമായി എത്തുന്നത് എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. അതൊന്നും യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നഗരസഭയുടെ നിലപാട്. പിന്നെ ഈ കൗൺസിലിൽ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. അങ്ങനെ ഒരു പേരിടണമെങ്കിൽ കൗൺസിലിൽ തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. നഗരസഭ ഭരിക്കുന്നത് BJP ആണെങ്കിൽ BJPക്ക് ഏത് കെട്ടിടത്തിന് എന്ത് പേരിടണമെന്ന് തീരുമാനിക്കേണ്ട പൂർണ്ണ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് വല്ല പോരാട്ടമൊക്കെ നടത്താനാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ എന്ത് നിയമപരമായ പോരാട്ടം വേണമെങ്കിലും നടത്തിക്കോളൂ. അതുമായി തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇത് നിയമപരമായിട്ട് ഇതിലൊരു തെറ്റുമില്ല എന്നുള്ളതാണ് നഗരസഭ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേരുമായി മുന്നോട്ട് പോകാനും ഈ കെട്ടിടം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി, പേരിൽ ഉപരി കെട്ടിടം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഒരുപാട് ദിവ്യാംഗരായ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ആശ്വാസമായി ഈ പദ്ധതിയെ മാറ്റുക എന്നുള്ളതാണ് BJP ഭരിക്കുന്ന നഗരസഭ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നഗരസഭ അധികൃതർ പറയുന്നത്. മാത്രമല്ല നഗരസഭ കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ 87 നഗരസഭകളാണ് സംസ്ഥാനത്തുള്ളത്. ആ 87 നഗരസഭകളിൽ പ്ലാൻ ഫണ്ട് വിനിയോഗത്തിൽ 1ാം സ്ഥാനത്താണ് പാലക്കാട് നഗരസഭ കഴിഞ്ഞ ദിവസം എത്തിയത്. അത്രയും മികച്ച രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു അസ്വസ്ഥതയാണ് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനുമുള്ളത്. ആ അസ്വസ്ഥതയിൽ നിന്നാണ് ഇത്തരത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഇവർ സൃഷ്ടിക്കുന്നത് എന്നും BJP ഭരിക്കുന്ന നഗരസഭ അധികൃതർ പറയുന്നുണ്ട്. ഏതായാലും ഈ കെട്ടിടം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അത് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് ദിവ്യാംഗരായ കുട്ടികൾക്കും മറ്റുമൊക്കെ ആശ്വാസമാവുന്ന പദ്ധതിയായി അതിനെ മാറ്റുക, അവർക്ക് ഒരു സഹായമായി ഇതിനെ രൂപകൽപ്പന ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നഗരസഭ അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി, കൃത്യമായ നിലപാടുണ്ട് അവർക്ക്. ശരിയാണ്.